സുറിയാനി കത്തോലിക്ക സഭയിൽ മാവേലിക്കര ഭദ്രാസനത്തിൽ കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കര പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു കൊച്ചു ദേവാലയം, നീലേശ്വരം തിരുഹൃദയ മലങ്കര സുറിയാനി കത്തോലിക്ക ദേവാലയം. ഇന്ന് എൻ്റെ പള്ളി എന്ന പ്രോഗ്രാമിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് എൻ്റെ ഈ ദേവാലയത്തെയാണ്. 1953 ഭാഗ്യസ്മരണാർഹനായ ബെനഡിക്റ്റ് മാർ ഗ്രിഗോറിയോസ് മെത്രാപ്പൊലീത്ത തിരുമനസ്സുകൊണ്ട് ആശീർവദിച്ച് അനുഗ്രഹിച്ച് ഈ നാടിനെ സമർപ്പിച്ചതാണ് നീലേശ്വരം ഇടവക കുടുംബം. ഇന്ന് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സപ്തതിയുടെ നിറവിൽ നിൽക്കുമ്പോൾ അനുഗ്രഹത്തിൻ്റെ, നിറവിൻ്റെ, സ്നേഹത്തിൻ്റെ, സന്തോഷത്തിൻ്റെ നല്ല നിമിഷങ്ങളാണ്. ആദ്യകാലങ്ങളിൽ നീലേശ്വരം ദേശത്തെ മർത്തോമ സഭ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 1953 MSC LP സ്കൂളിൽ തിരുഹൃദയ മലങ്കര കത്തോലിക്ക സഭ സ്ഥാപിതമായി. ബഹുമാനപ്പെട്ട കാൽബർട്ട് അച്ഛൻ്റെ വരവോടുകൂടി നീലേശ്വരം ഇടവയുടെ അഭിവൃദ്ധിയുടെ കാലഘട്ടമായിരുന്നു. അഭിവന്ദ്യ പിതാവ് ബെനഡിക്റ്റ് മാർ ഗ്രിഗോറിയസ് പിതാവിൻ്റെ അനുവാദത്തോടുകൂടി പള്ളിയുടെ കല്ലിടർ കർമ്മം നിർവഹിക്കപ്പെട്ടു. ഡിസംബർ 18 അഭിവന്ദ്യ ബെനഡിക്റ്റ് മാർ ഗ്രിഗോറിയസ് പിതാവിൻ്റെ കാർമ്മികത്വത്തിൽ ദേവാലയ കുദാശ നിർവഹിച്ചു. 2003 ജൂബിലി ആഘോഷവേളയിൽ മാതാവിൻ്റെ നാമത്തിലുള്ള ഗ്രോട്ടോ ബഹുമാനപ്പെട്ട ജോസഫ് ചാവടിമുരിപ്പേൽ അച്ഛൻ്റെ നേതൃത്വത്തിലും 2017 ദേവാലയ നവീകരണം ബഹുമാനപ്പെട്ട അഗസ്റ്റിൻ വാഴവള അച്ഛൻ്റെ നേതൃത്വത്തിലും നിർവഹിച്ചു. ഇന്ന് എൻ്റെ പള്ളി സപ്തതിയുടെ നിറവിലാണ്. 3 കുടുംബങ്ങളുമായി ആരംഭിച്ച എൻ്റെ പള്ളി ഇന്ന് 54 കുടുംബങ്ങളോടുകൂടി നിലനിൽക്കുന്നു. ഈ ഇടവകയുടെ വളർച്ചയുടെ പുരോഗതിക്ക് വേണ്ടി ബദനി സന്യാസിനി സമൂഹം വലിയൊരു പങ്ക് നിർവഹിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട സിസ്റ്റർ ഏലിസുവ SIC, ബഹുമാനപ്പെട്ട സിസ്റ്റർ സുധാര SIC എന്നിവർ ഈ ഇടവകയിൽ നിന്ന് ദൈവവിളി സ്വീകരിച്ചവരാണ്. ബഹുമാനപ്പെട്ട ജോർജ് മാത്യു അച്ഛൻ്റെ കാലത്ത്, അതായത് 1982 അഭിമന്യ പിതാവിൻ്റെ നിർദ്ദേശാനുസരണം ഈ ഇടവകയിലെ കുറച്ച് കുടുംബങ്ങൾ കൂടി ചേർത്ത് പരിശുദ്ധ ദേവമാതാവിൻ്റെ നാമധേയത്തിൽ അമ്പലപ്പുറം ഇടവകയ്ക്ക് രൂപം നൽകി. ഈ ഇടവകയുടെ അഭിവൃദ്ധിക്ക് വേണ്ടി പ്രവർത്തിച്ചു വന്ന എല്ലാ അഭിവൃദ്ധി പിതാക്കന്മാരെയും വൈദിക ശ്രേഷ്ഠരെയും വൈദികരെയും സന്യാസിനിയെയും ഈ അവസരത്തിൽ ഞാൻ നന്ദിയോടെ സ്മരിക്കുന്നു. വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ മധ്യസ്ഥതയിലുള്ള ഈ ഇടവകയിൽ സൺഡേ സ്കൂൾ, MCYM, MCA, മാതൃസമാജം എന്നീ ഭക്തസംഘടനകൾ ബഹുമാനപ്പെട്ട വികാരി ജോൺ തോട്ടത്തിലച്ഛൻ്റെ നേതൃത്വത്തിൽ നടന്നുവരുന്നു. ഒന്നാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ 39 വിദ്യാർത്ഥികളും 13 അധ്യാപകരും വിശ്വാസ പരിശീലനം നടത്തിവരുന്നു. വർഷങ്ങൾക്ക് മുൻപ് ആരംഭിച്ച ഒരു ചെറിയ തുടക്കം ഇന്ന് വളർച്ചയുടെ, കൂട്ടായ്മയുടെ പാതയിൽ ഏറെ മുന്നേറി കഴിഞ്ഞു. എല്ലാ വളർച്ചയുടെയും കാരണം കാലാകാലങ്ങളിൽ ഇടവകയെ നയിച്ച വികാരി അച്ഛന്മാരും ബദനി സന്യാസി സമൂഹവും പ്രചോദനം നൽകി സഹകരിച്ച ശക്തമായ വിശ്വാസം മൂലമാണ്. എല്ലാറ്റിനുമുപരി ദൈവാനുഗ്രഹവുമാണ്.